and Vinod Nitan, Vinodatan, very nice producer. And his entire team, Adi, and also I would like to mention Samir Seth, his partner, and his another partner, Adi. Pinne, of course, Ashwin, വളരെ എന്താ പറയുക പുതിയൊരു ടാലൻറ്റ്. I forgot to mention Padma sir. Sorry, ഞാൻ കണ്ടില്ല. അശ്വിൻ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ആക്ടർ സ്റ്റാർ ഈ സിനിമയിലൂടെ മലയാള സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നു. പിന്നെ മനമുള്ള രാജു ചേട്ടൻ, ഞങ്ങളുടെ അശോകൻ ചേട്ടൻ, ഞങ്ങളെല്ലാവരും അടിച്ചു പൊളിച്ച് അല്ലേ ചെയ്തൊരു സിനിമയാണ്. And thank you so much. And എനിക്ക് കൊള്ളൊന്നും പറയാനില്ല. Thank you very much. എന്തെങ്കിലും മാറുന്നെങ്കിൽ ക്ഷമിക്കും. Thank you so much, Chechi. I think it made up, alle. And you look absolutely gorgeous today, like always. അടുത്തതായി വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നത് സിനിമയുടെ റൈറ്റർ ആയിട്ടുള്ള ആശിഷ് രജനി ഉണ്ണികൃഷ്ണനെയാണ്. ആശിഷ് ചേട്ടാ, പ്ലീസ് കം ഫോർവേഡ്. ഒരു വലിയ കൈഡി കൊടുക്കാം അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഫിലിം. Forgot to mention Nisha Sarangi Chechi. She just വന്നു. And she is an extremely talented actor. ഈ പടത്തിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റോൾ ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. മേരി ചേച്ചി, നമ്മൾ അവരെല്ലാം വേദിയിലേക്ക് ക്ഷണിക്കുന്നതായിരിക്കും. സോറി, ആശിഷ്, I forgot. Ashish, I have to mention bright എന്താ പറയുക റൈറ്റർ. ഇപ്പോഴത്തെ യങ് ജനറേഷൻ അത് പുതിയ സിനിമയ്ക്ക് ആവശ്യമുള്ളൊരു വളരെ ബ്രൈറ്റ് ആയിട്ടുള്ളൊരു എക്സ്ട്രീംലി ടാലൻറ്റഡ്. ആൻഡ് ഐ തിങ്ക് ഐ എം വെരി ബ്ലെസ്ഡ് ടു വർക്ക് വിത്ത് ഓൾ ദീസ് extremely talented people. Thank you so much. Thank you, Chechi. Thank you for those wonderful words. ഇനി അടുത്തതായി ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കാൻ പോകുന്ന വ്യക്തി ഒരു പക്ഷേ സിനിമാ മോഹികളായിട്ടുള്ള എല്ലാ ചെറുപ്പക്കാർക്കും അല്ലെങ്കിൽ സിനിമാ പ്രേമികളായി നടക്കുന്ന സിനിമ സ്വപ്നം കണ്ടു നടക്കുന്ന ഓരോരുത്തർക്കും ഒരു വലിയ പ്രചോദനം തന്നെയായിരിക്കും. കാരണം കരിയർ തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല, ഒരു നാഷണൽ അവാർഡ് വിന്നിംഗ് ആക്ട്രസിന്റെ ഹീറോ ആകാൻ ഇപ്പോൾ ഒരു ഭാഗ്യം കിട്ടിയിരിക്കുകയാണ്. വേറെ ആരെയല്ല, അശ്വിൻ ചേട്ടനെ തന്നെയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ ഫോർ our hero അശ്വിൻ ജോസ്. ഭയങ്കര ഓവർവെൽമിംഗ് ആയിരിക്കും ഈ ഒരു നിമിഷം എനിക്കറിയാം. എന്നോട് പറഞ്ഞു, എന്നോട് കാര്യമായി ഒന്നും നീ ചോദിക്കരുതെന്ന്. സ്റ്റിൽ ഇവിടെ എത്തിയിരിക്കുന്ന ഈ ഒരു ഗ്യാതറിങ്ങിനോട് രണ്ടു വാക്ക് ചേട്ടാ. ദൈവത്തിന് നന്ദി. എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റിയത് ഞാൻ വലിയൊരു ഭാഗ്യമായിട്ടും എൻ്റെ കഷ്ടപ്പാടും എൻ്റെ കൂടുള്ളവരുടെ കഷ്ടപ്പാടും എൻ്റെ പപ്പയും മമ്മിയുടെ പ്രാർത്ഥന എല്ലാം കൊണ്ടാണ് എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നത്. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ആ റോയിലിരിക്കുമ്പം മറ്റേ പുലിവാൽ കല്യാണത്തിൽ ജഗദീശേട്ടനിരിക്കുന്ന അവസ്ഥയിലായിരുന്നു ഞാൻ ഇരുന്നതല്ല. എല്ലാ ലെജൻസിൻ്റെ കൂടെയാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് ഇതൊക്കെ എൻ്റെ ഡ്രീമാണ്. ഞാൻ അതെല്ലാം ചെറിഷ് ചെയ്യുന്നു. ഞാനിപ്പോൾ അതെല്ലാം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാനില്ല. പക്ഷേ ഞങ്ങൾ ഈ സിനിമ വളരെ സത്യസന്ധമായി ചെയ്ത നല്ലൊരു സിനിമയാണ്. ഉറപ്പായിട്ടും ഇത് തിയേറ്ററിൽ വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും. ഒരു സാധാരണക്കാരൻ്റെ പോയിന്റ് ഓഫ് വ്യൂന്ന് തന്നെ ഞാൻ പറയുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച് ചേട്ടാ. ആൻഡ് ഇനിയും ഇതേപോലെയുള്ള വണ്ടർഫുൾ പേഴ്സണാലിറ്റീസിന്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിക്കട്ടെ, ഇതേപോലുള്ള ലെജൻസിന്റെ ഒപ്പമൊക്കെ ഇരിക്കാൻ സാധിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. ഇനി എനിക്ക് സ്വാഗതം ചെയ്യാനുള്ളത് ഒരു ഡൈനാമിക് പേഴ്സണാലിറ്റിയാണ് മലയാള സിനിമയിൽ. ഇദ്ദേഹം വേദിയിലും സദസ്സിലുള്ള അഭിമന്യരായ ഗുരുജനങ്ങൾക്ക് നമസ്കാരം, പ്രിയ സുഹൃത്തുക്കൾക്കും നമസ്കാരം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് ആണ്. ബിക്കോസ് ഒരുപാട് നാളായിട്ട് KP സാറിനെ അറിയുമെങ്കിലും ഒരു ഫ്രണ്ട്ഷിപ്പ് കാത്തു സൂക്ഷിക്കുന്നുണ്ടായിരുന്നെങ്കിലും ആദ്യമായിട്ടാണ് സാറിൻ്റെ കീഴിൽ അഭിനയിക്കാൻ സാധിച്ചത്. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഞങ്ങളെല്ലാവരും ഒരുപാട് സന്തോഷിച്ചുകൊണ്ട് അഭിനയിച്ച ഒരു സെറ്റായിരുന്നു നമ്മുടെ പാലപ്പഴത്തിൻ്റെ. ആ ഒരു എനർജി ത്രൂ ഔട്ട് ഞങ്ങളെല്ലാവരും കീപ്പ് ചെയ്തിരുന്നു. ആ എനർജി തീർച്ചയായിട്ടും സിനിമയിലും ഉണ്ട് എന്ന് ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്നു. ആ എനർജി ഓഡിയൻസിനും പകർന്നു നൽകാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.
താങ്ക് യു സോ മച്ച് ചേച്ചി. ഇനി നേരത്തെ മണിയൻപിള്ള സാർ ഇവിടെ മെൻഷൻ ചെയ്ത നിഷ് ചേച്ചിയാണ് ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. മിനി സ്ക്രീനിലൂടെയും ബിഗ് സ്ക്രീനിലൂടെയൊക്കെ നമ്മുടെ മനസ്സ് കവർന്ന ഒരു ആക്ടറാണ് ചേച്ചി. എസ്പെഷ്യലി ഉപ്പും മുളകും വന്നു കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാ മലയാളികളും മനസ്സിന് ഒരു സ്ഥാനം കൊടുത്ത് അല്ലേ നമ്മുടെ ഒരു അമ്മ. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെ എനിക്ക് ഇവിടെ ഒരു സർപ്രൈസ് വന്നത് സർപ്രൈസ് അല്ല, സത്യം പറഞ്ഞ എനിക്കൊരു ടെൻഷനാണ്. ഞാൻ അഭിനയിച്ച ഒരു 1, 2, 3, 4 സിനിമയിലെ ഡയറക്ടേഴ്സ്, ഇപ്പോൾ 5 ഉണ്ട്. 5 ഫിലിമിലെ ഡയറക്ടേഴ്സ് ഫ്രണ്ടിലിരിക്കുകയാണ്. മുട്ടിടിക്കുന്ന ഒരു അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് ജോഷി സാറുണ്ട്, സിബി സാറുണ്ട്, പിന്നെ ശ്യാം പ്രസാദ്. ഞാൻ പറഞ്ഞിട്ട് വേണം അദ്ദേഹത്തിന് എന്നെ അറിയാൻ. സത്യം അദ്ദേഹത്തിൻ്റെ പടത്തിലൂടെയാണ് ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് സ്ക്രീനിന് മുന്നിൽ വരുന്നത്. അദ്ദേഹത്തിൻ്റെ അഗ്നിസാക്ഷി എന്ന ഫിലിമിലൂടെയാണ്. അഭിനയിക്കാൻ വേണ്ടി എത്തിയതല്ല, അവിടെ ഡാൻസ് ചെയ്യാൻ വേണ്ടി എത്തിയ അപ്രതീക്ഷിതമായിട്ട് അഭിനയിക്കേണ്ടി വന്നു. അതൊരു തുടക്കമായിരുന്നു. എന്തായാലും 2-3 വേദികളിൽ ഇതുപോലെ വന്നിട്ടുണ്ട്, പക്ഷെ ഇത് എനിക്ക് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ സിബി സാറിൻ്റെ സിനിമയിലും ഇതുപോലെ എൻ്റെ വീട് അപ്പൂൻ്റെയും ചെയ്തു. ജോഷി സാറിന് പോത്തൻമാവ, ജന്മം, എൻ്റെ 2 മൂവിയിൽ അഭിനയിച്ചു. രഞ്ജിത്ത് സാറിനും ഞാൻ പറഞ്ഞു വേണം സാറിന് അറിയാൻ. സാറിൻ്റെ ഒരു മൂവിയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അത് ഞാൻ ഒരു ദിവസം എപ്പോഴോ ഫോണിലാണ് പറഞ്ഞത് ഞാൻ സാറിൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയിൽ കുഞ്ഞു കുഞ്ഞു ക്യാരക്ടറായിരുന്നു ചെയ്യുന്നത്. അതുകൊണ്ടാണ് എനിക്ക് അങ്ങോട്ട് പറയേണ്ടി വന്നത്. അപ്പോൾ അവിടുന്ന് എനിക്കിവിടെ സാറിൻ്റെ പടത്തിൽ അഭിനയിക്കാൻ സത്യം പറഞ്ഞാൽ ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ എനിക്കും പറയാനുള്ളൂ, ഭയങ്കര എനർജി ആയിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലാത്ത എനർജി ആയിരുന്നു എനിക്ക് ഇവിടെ ഈ സെറ്റ്. ഞാനത് എപ്പോഴും മീനയോടും പറഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാവരും പലപ്പോഴും സാറിൻ്റെ ഇടയ്ക്കുള്ള പാട്ടും പിന്നെ ഇടയ്ക്കുള്ള ചില തമാശകളൊക്കെ ഫുൾ ഒരു എനർജി സെറ്റായിരുന്നു. അപ്പോൾ അത് ഞാൻ ഫസ്റ്റ് അനുഭവമാണെന്ന് സാറിനോട് പറയുകയും ചെയ്തു. അപ്പോൾ ആ എനർജി നമ്മുടെ ഈ സിനിമയിൽ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. എല്ലാവരെയും സപ്പോർട്ട് ഇനി അങ്ങോട്ടും ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. മോന്റെ പേരൊന്ന് പറയൂ ചേച്ചി. റയാൻ. ഹായ് റയാൻ. റയാൻ ഇവിടെ എല്ലാം കണ്ടിട്ട് ഇങ്ങനെ അസ്റ്റോണിഷ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. ഓക്കെ, ഇനി ഒട്ടും വൈകിക്കുന്നില്ല. പോസ്റ്റർ ലോഞ്ചിങ് ഫംഗ്ഷനിലേക്ക് പോവുകയാണ്. അതിന് കാര്യമായിട്ടുള്ള ഇൻട്രൊഡക്ഷൻസ് ഒന്നും കൊടുക്കാനായിട്ട് ഞാനാണല്ലോ. നമ്മൾ ആരും അത്രയ്ക്കും ആ ഒരു ഗ്രോത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ബിക്കോസ് നമ്മൾ ഇന്ന് കണ്ടുവരുന്ന എല്ലാ സൂപ്പർ സ്റ്റാർസിൻ്റെയും ദ ഗോൾഡൻ ഫെദർ ഓൺ ദ ഹാർട്ട് എന്ന് പറയുന്നത് പോലെ ഒരു സിനിമ അവർക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു ഡയറക്ടറാണ്, ദ വെറ്ററൻ ഡയറക്ടർ. വളരെയധികം ബഹുമാനത്തോടു കൂടിയിട്ട് ഞാൻ വേദിയിലേക്ക് നമ്മുടെ സ്വന്തം ജോഷി തന്നെ സ്വാഗതം ചെയ്യാണ്. സർ, സോ നമുക്ക് ആ ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലേക്ക് കടക്കാം. സർ, റിക്വസ്റ്റിംഗ് യു ടു ഡു ദി ഓണേഴ്സ്. ജോഷി സാർ സംസാരിക്കാത്തതുകൊണ്ട് എനിക്ക് എൻ്റെ ഒരു ഭയങ്കര ഹാപ്പിനെസ് ആണത്. കാരണം ജോഷി സാറുടെ മകൻ അഭിലാഷ് എൻ്റെ കൂടെ ഓൾമോസ്റ്റ് ഒരു 5 കൊല്ലം എൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നൗ അബി ഈസ് എ ബിഗ് ഡയറക്ടർ. സോ താങ്ക് യു സർ. സാറിനെ ഇപ്പം എപ്പോൾ വിളിച്ചാലും വരാതിരിക്കാൻ നിർത്തിയില്ല. That's it, ladies and gentlemen. That's the poster of Palam Param for you. ഓഗസ്റ്റ് 23-ാം തീയതി ഈ ചിത്രം നമ്മളിലേക്ക് തിയേറ്റേഴ്സിലൂടെ എത്തുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും